2025 ജൂലൈ 25 ഇന്ത്യയുടെ ഒരു ട്രൈബൽ ബെൽറ്റിൽ നടന്ന ഒരു സംഭവം രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കേരളത്തിൽ നിന്നുള്ള 2 സിസ്റ്റേഴ്സിന്റെ കഥയാണിത്. കഥ തുടങ്ങുന്നത് ജൂലൈ 25 രാവിലെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ ഒരു ആദിവാസി യുവാവിന്റെയും യുവതികളുടെയും കൂടെ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. നാരായൺപൂർ ജില്ലക്കാരായ ഇവർക്ക് ആഗ്രയിലെ ഒരു ക്രിസ്ത്യൻ ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നു. അങ്ങോട്ടുള്ള യാത്രയ്ക്കാണ് അവർ ട്രെയിനിൽ കയറാൻ വന്നത്. എന്നാൽ ബജ്രംഗ് ദളിന്റെ ഒരു ലോക്കൽ ഫംഗ്ഷണറി സിസ്റ്റേഴ്സിനെതിരെ ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. നിർബന്ധിത മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും ശ്രമിക്കുന്നു എന്നതായിരുന്നു ആരോപണം. ഈ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റേഴ്സിനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന സുഗ്മാൻ മാണ്ഡവി എന്ന യുവാവിനെയും അറസ്റ്റ് ചെയ്തു. BNSലെ സെക്ഷൻ 143, ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിലെ സെക്ഷൻ 4 എന്നിവയാണ് അവർക്കെതിരെ ചുമത്തിയ കേസുകൾ. ഈ അറസ്റ്റ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ചർച്ച് സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കൾ, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നിവർ ഈ പോലീസ് നടപടിയെ ശക്തമായി വിമർശിച്ചു. ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് ഇതെന്നും വർഗീയതയുടെ ഫലമാണിതെന്നും അവർ പറഞ്ഞു. പക്ഷേ ഈ കേസ് ഒറ്റനോട്ടത്തിൽ കാണുന്നത്ര സിമ്പിളല്ല. സിസ്റ്റേഴ്സ് ആ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഒഫീഷ്യൽ നറേറ്റീവ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോവുകയാണ് എന്നും നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും പറഞ്ഞു. എന്നാൽ ആ സ്ത്രീകളുടെ കുടുംബങ്ങളിൽ നിന്ന് മറ്റൊരു കഥയാണ് പുറത്തു വന്നത്. തങ്ങളുടെ മക്കൾക്ക് സിസ്റ്റേഴ്സിനൊപ്പം ജോലിക്ക് പോകാൻ പൂർണ്ണ സമ്മതമുണ്ടായിരുന്നു എന്ന് ഒരു സ്ത്രീയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തി. നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും അറസ്റ്റിലായവരെ വിട്ടയക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ നിയമ പോരാട്ടവും രാഷ്ട്രീയ പ്രശ്നങ്ങളും കൂടുതൽ ശക്തമായി. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തുടർന്ന് ജാമ്യാപേക്ഷകൾ താഴെ തട്ടിലുള്ള കോടതികൾ തുടർച്ചയായി തള്ളി. ഒടുവിൽ ജൂലൈ 30 കേസ് NIA കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. മനുഷ്യക്കടത്ത് പോലുള്ള കേസുകളിൽ സെഷൻസ് കോടതിക്ക് ജാമ്യം നൽകാൻ അധികാരമില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. ഓഗസ്റ്റ് 1 NIA കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു. ഇതിനോടൊപ്പം രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകളും നടന്നു. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി പ്രതിഷേധിച്ചു. നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില്, ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ക്രിസ്ത്യാനിയായോ? ഇല്ലല്ലോ, നിങ്ങൾ ഹിന്ദുവായി നിൽക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത്. ഇത് ഈ രാജ്യത്തിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ആക്രമണമല്ലേ? രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാനും വേഷം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്താൻ അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? MP-മാർ പാർലമെന്റിന് മുൻപിൽ ധർണ നടത്തി. MP-മാരുടെ പ്രതിനിധി സംഘം ജയിലിൽ കിടക്കുന്ന സിസ്റ്റേഴ്സിനെ സന്ദർശിച്ചു. മേഘാലയ മുഖ്യമന്ത്രി പോലും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സംഭവം ഇന്ത്യയിലെ ഒരു വലിയ സംഘർഷത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. വലതുപക്ഷ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന ആരോപണം ബജ്രംഗ് ദൾ നിഷേധിക്കുകയും യുവതി തന്റെ ആദ്യ മൊഴി പിന്നീട് മാറ്റുകയും ചെയ്തതോടെ കേസ് കൂടുതൽ സങ്കീർണമായി. നിയമ നടപടികൾ പുരോഗമിക്കുകയും രാഷ്ട്രീയ ചർച്ചകൾ തുടരുകയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അറസ്റ്റുകൾക്ക് പിന്നിലെ സത്യം എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. നന്ദി. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.